അതെ, നമ്മുടെ വിവാദ സമാധിയിലേക്ക് വരാം അല്ലേ പ്രസാദ്? അത് ഇന്ന് പൊളിക്കുവോ? അതാണ് ഉറപ്പായിട്ടും ഇന്ന് പൊളിക്കില്ല. ഇന്ന് പൊളിക്കാനുള്ള തീരുമാനം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ച് പൊളിക്കാതിരിക്കാൻ കഴിയില്ല റോഷ്നി. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ സമാധി എന്നാണ് പറയുന്നത്. പക്ഷേ അത് നാട്ടുകാരെ സംബന്ധിച്ച്, നമ്മുടെ നിയമ സംവിധാനങ്ങളെ സംബന്ധിച്ച് അത് സമാധിയൊന്നുമല്ല, ഒരാളുടെ മരണമാണ്. ആ മരണം അതെങ്ങനെയാണ് ആളുടെ മരണം എന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം ജില്ലാ ഭരണകൂടത്തിനുണ്ട്, പോലീസിനുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് അത് സംബന്ധിച്ച് പരാതി വന്നിട്ടുമുണ്ട്. എന്തായാലും ഗോപൻ സ്വാമിയുടെ മരണം എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ ആ കല്ലറ തുറന്ന് പരിശോധിക്കണം. പക്ഷേ കല്ലറ എന്ന് പറയാൻ പോലും അവിടെ സമ്മതിക്കുന്നില്ല. ആ രീതിയിലേക്ക് ഇന്നലെ അവിടെ ഒരു വിഭാഗീയതയായി അത് വളർന്നു. ഒരുപക്ഷെ ഇന്നലെ ആ കല്ലറ പൊളിച്ചിരുന്നുവെങ്കിൽ ഒരു വലിയ സംഘർഷം അവിടെ ഉണ്ടാകുമായിരുന്നു. കാരണം നാട്ടുകാരായ ഒരു വിഭാഗം എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു നീക്കണമെന്നും മറിച്ച് അത് സമാധിയാണെന്നും അതിനെ തുടരുത് എന്നും പറഞ്ഞ് ഒരു വിഭാഗം ഹൈന്ദവ സംഘടനകളും കൂടി രംഗത്ത് വന്നു. വലിയ സംഘർഷമാകേണ്ടതായിരുന്നു. ആ പോലീസും ജില്ലാ ഭരണകൂടവും പിന്മാറിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു സംഘർഷത്തിലേക്ക് പോയത്. പക്ഷേ ഇന്നലെ ഉണ്ടായ ഒരു മാറ്റം ആ കുടുംബാംഗങ്ങളെ, അതായത് മക്കളെയും ഭാര്യയെയും ഒരു പരിധിവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇന്നലെ കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ധൃതിപ്പെട്ട് പെട്ടെന്ന് പൊളിക്കില്ല. കുടുംബക്കാർക്ക് നോട്ടീസ് കൊടുക്കും ഇത് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് നാളെയോ മറ്റന്നാളോ, നാളെ പൊളിക്കാം എന്നൊരു ആലോചനയിലാണ് എല്ലാവരും ഉള്ളത്. പൊളിക്കാതിരിക്കാൻ കഴിയില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് വലിയൊരു വാർത്തയായി മാറിയിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചത് തന്നെ പൊതുസമൂഹം അറിയുന്നത് അവരൊരു പോസ്റ്റർ പതിച്ചതുകൊണ്ടാണ്. അത്രമാത്രം വീട്ടിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഒരു രീതിയിലേക്കായിരുന്നു അവരുടെ ജീവിതവും മറ്റ് കാര്യങ്ങളുമെല്ലാം. എന്തായാലും ഇത് വലിയ വിവാദമായി, വാർത്തയായി. അതോടുകൂടി ചില ഹൈന്ദവ സംഘടനകൾ ഏറ്റെടുത്തു, പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ കുടുംബം ആകപ്പാടെ ആ കല്ലറയുടെ മുന്നിൽ വന്ന് പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് വന്നു. അവർക്ക് സപ്പോർട്ടുമായി ചില സംഘടനകൾ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ചില സംഘടനക്കാരും വന്നു. എന്തായാലും ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നല്ല തീരുമാനമാണ് ജില്ലാ ഭരണകൂടവും പോലീസും എടുത്തത്. എന്തായാലും ഇന്ന് അതിലൊരു തീരുമാനമുണ്ടാകും. എപ്പോൾ ഈ കല്ലറ പൊളിക്കണം എന്നത് സംബന്ധിച്ച് നാളെയോ മറ്റന്നാളോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും അന്തിമ തീരുമാനം ഇന്നുണ്ടാവും. ഈ പോലീസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കളക്ടർ തീരുമാനമെടുക്കും. അത് കാത്തിരിക്കുകയാണ് എന്തായിരിക്കും തീരുമാനമെന്ന്. പക്ഷേ അത് ഇന്നലെ കുറച്ച് ദൗർഭാഗ്യകരമായൊരു പരാമർശങ്ങളൊക്കെ ആ മേഖലയിൽ നിന്നുണ്ടായി എന്നത് കുറച്ച് സങ്കടകരമായൊരു കാര്യമാണ്. വിഷയം വേറൊരു തലത്തിലേക്ക് ഇന്നലെ പോയി. പക്ഷേ അത് എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറയാനുള്ളത്.